അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചാര അടിക്കാം. നമ്മൾ പഞ്ചാര കഥയുമായി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മൾ ഓരോ പ്ലേറ്റ് ചോറ് കഴിക്കാറുണ്ട്. രാവിലെ 5 ദോശ, 4 ദോശ, ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് ചോറ്, രാത്രി 3-4 ദോശ. ഇതിനകത്തൊക്കെയുള്ള ഷുഗർ കണ്ടൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പഞ്ചസാര കഴിക്കും, മധുരം 100% ഷുഗറാണ്. നിങ്ങൾ ചോറ്, വെളുത്ത ചോറ്, ചുമന്ന ചോറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഓട്സ്, ചോളം, റാഗി, ഇതിനകത്തെല്ലാം 80% ഷുഗറാണ്. നമ്മുടെ ഗ്രീൻ ആപ്പിള്, പേരയ്ക്ക, ഓറഞ്ച്, ഗ്രീൻ ആപ്പിള്, പേരയ്ക്ക, ഓറഞ്ച്, സബർജില്ലി, സൗബിൻ്റെ സബർജില്ലി, ഇതിനകത്ത് 15% ഷുഗറുണ്ട്. നമ്മുടെ വെജിറ്റബിൾസിൽ 5% ഷുഗറുണ്ട്. അപ്പോൾ പഞ്ചസാരയിൽ 100%, അരി, കിഴങ്ങു വർഗ്ഗങ്ങൾ, ഓട്സ്, ചോളം, റാഗി, ഇതിലെല്ലാം 80% ഷുഗറുണ്ട്. ആപ്പിള്, പേരയ്ക്ക തുടങ്ങിയവയിൽ 15% ഷുഗറുണ്ട്. നമ്മുടെ വെജിറ്റബിൾസിൽ 5% ഷുഗറുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നൊരു പ്ലേറ്റ് ഉണ്ട്, നമ്മൾ കഴിക്കേണ്ട ഒരു പ്ലേറ്റ്. അതിനെ 4 ഡിവൈഡ് ചെയ്താൽ അതിലെ പകുതി പച്ചക്കറി എന്നാണ് പറയുന്നത്. ആ പ്ലേറ്റിൻ്റെ പകുതി പച്ചക്കറി, പിന്നെ പ്രോട്ടീൻസ്, അങ്ങനെ വരുന്നുണ്ട് ഒരു പ്ലേറ്റ്. ഈ പ്ലേറ്റിന് പകരമാണ് നമ്മളൊരു വലിയ പ്ലേറ്റ് ചോറ് കഴിക്കുന്നത്. നമുക്ക് 1000 to 1400 കലോറീസ് മതി ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഈ കാലറി കാൽക്കുലേഷനൊക്കെ എവിടെ നിൽക്കട്ടെ, 1000. അപ്പം 100 ഗ്രാം നമ്മൾ റൈസ് കഴിക്കുമ്പോൾ അതിനകത്ത് 400 കലോറീസ് ഉണ്ട്. 100 ഗ്രാം. നമ്മളൊരു ദിവസം ശരാശരി ഉച്ചയ്ക്ക് എത്ര ചോറ് കഴിക്കും? 1/2 കിലോ, അത്രയും കഴിക്കില്ല, ഒരു 200-300. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ ഡയബറ്റീസിനോട് വളരെ വലിയൊരു വിപത്തിലോട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പോയ ഡയബറ്റിക് ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടികൾ പോലും പണ്ടൊക്കെ നമ്മൾ ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതെന്തുവാ ഇങ്ങനെ മെലിഞ്ഞു ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അയ്യോ ഡിപ്രഷൻ അടിച്ച് ഇനി ഒന്നിനും കൊള്ളത്തില്ല നമ്മളെ. ഒരാൾ അങ്ങനെ പറയുമ്പോൾ തീർന്നു. പക്ഷേ ഇന്ന് എൻ്റെ കുഞ്ഞ് എന്നോട് പറയും, ഞാൻ മെലിഞ്ഞിരിക്കുന്ന അമ്മേ, എന്തോരം ഞാൻ ഉള്ളിൽ സന്തോഷിക്കും. പണ്ട് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം കുറച്ച് ചബ്ബി ചീക്സ്, കുറച്ച് ഫ്ലഷി ആയിട്ടിരിക്കണം. ഇപ്പം ചബ്ബിയും ഫ്ലഷിയും ആയ ഫാറ്റി ലിവർ അടിച്ച് അവിടെ കിടക്കും. ലിവർ പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ. സോ മെലിഞ്ഞിരിക്കുന്ന തന്നെയാണ് നല്ലത്. ഇനി ഈ മെലിച്ചിൽ ഷുഗർ വന്നിട്ട് നമുക്ക് വരും. മെലിച്ചിൽ അപ്പോഴാണ് ജനങ്ങൾ നമ്മളെ കൊല്ലുന്നത്. നീ എന്താ മെലിഞ്ഞിരിക്കുന്നത്, ഷുഗറാണോ? നമ്മുടെ ആത്മാഭിമാനം അപ്പോൾ പോയി. ഈ മെലിച്ചിൽ വരുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഷുഗറിൻ്റെ ഗുളികകൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കും. അതായത് മെറ്റ്ഫോമിൻ, ഇൻസുലിൻ, GLP-1 റിസപ്റ്റേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഷുഗറിന് കഴിക്കുന്ന മരുന്നുകൾ. ഇതിനകത്ത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നു. ഇതൊന്നും എനിക്ക് ഞാൻ പറഞ്ഞു തന്നാൽ ഈ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഡോക്ടേഴ്സിന് മാത്രമേ റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന മരുന്നുണ്ടോ ഡോക്ടറെ എന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് വെയിറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത മരുന്ന് മേടിച്ച് കഴിച്ചാൽ മെലിച്ചിൽ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം. ഇനി അടുത്തത്, ഡയബറ്റീസ് ഉള്ള ഒരാൾ മസ്റ്റായിട്ട് കഴിച്ചിരിക്കേണ്ട 5ഓളം വൈറ്റമിൻസ് ഉണ്ട്. E, D അങ്ങനെയുണ്ട്. ഞാനത് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇതെല്ലാം മേടിച്ച് കഴിക്കും. ഈ 5 വൈറ്റമിൻസ് നമ്മൾ കഴിക്കും, ഞാനും കഴിക്കും എവിടെന്നെങ്കിലും കേട്ടാൽ.
അതിന് പകരം നിങ്ങൾ ഡയബറ്റീസ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ലിറ്ററസി. ഡയബറ്റീസ് എന്താണെന്ന് പഠിക്കുക. അതിന് സമയമെടുക്കും. ഇപ്പോൾ വീട്ടിലുള്ള വയസ്സായ ആളുകളാണെങ്കിൽ വീട്ടിലുള്ള ചെറുപ്പക്കാർ പഠിച്ചിട്ട് അതവർക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം ഡയബറ്റീസ് പഠിക്കുക, എന്നിട്ടൊരു ഡയറി ഉണ്ടാക്കുക. എൻ്റെ കൂടെ പോരൂ, നിങ്ങളുടെ ഡയബറ്റീസ് നമുക്ക് കുറച്ച് തരാം വിത്ത് എക്സ്പേർട്സ്. ട്രിവാൻഡ്രത്ത് 50 റുപ്പീസ് ചാർജസ് ഉള്ള ഡയബറ്റോളജിസ്റ്റ് വരെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞില്ലയോ, അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഓക്കെ, ബൈ.